ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ സ്റ്റെയർ ചെയ്യുന്ന സമയത്ത് എത്ര എണ്ണമാണ് സാധാരണ കൊടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഈ സ്റ്റെയറിൻ്റെ കുത്തനെയുള്ള കയറ്റമാണ് നമ്മുടെ മുട്ടുകാല് വേദന കാര്യങ്ങളെല്ലാം തന്നെ വീട്ടിലുള്ള ആളുകൾക്ക് ഉണ്ടാക്കാനുള്ള മെയിൻ കാര്യങ്ങളൊന്നാണ്. അപ്പോൾ ചെയ്യുന്ന രീതി കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുത്തനെയുള്ള കയറ്റം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതായത് നമ്മൾ സ്റ്റെയർ കയറുകയാണെന്ന് ഫീൽ ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ ഓരോ സ്റ്റെയറിൻ്റെ ഹൈറ്റും അതുപോലെ തന്നെ എണ്ണവും കാര്യങ്ങൾ കൊടുക്കാനായിട്ട്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടോ, എണ്ണം ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. അതായത് നമ്മുടെ സാധാരണ സ്റ്റെയറിൻ്റെ വരുന്ന രീതിയിൽ 1 2 3 4 5 6 7 8 9 10 സ്റ്റെയറാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു ലാൻഡിങ് കൊടുത്തിരിക്കുന്നു. അതായത് കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ ലിൻഡിലിന് താഴെ, അതായത് നമ്മുടെ ബെൽറ്റ് വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ മെയിനായിട്ട് കട്ടിലയുടെ മുകളിൽ ഒരു ലിൻഡിൽ വരുന്നുണ്ട്. ലിൻഡിലിന് താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മിനിമം നമ്മൾ കൊടുത്തിരിക്കുന്നത് ലിൻഡിലിൻ്റെ താഴെ തന്നെ വന്നിരിക്കുന്നത്. മെയിൻ ലാൻഡിങ് ലിൻഡിലിൻ്റെ ഏരിയയിൽ കൊടുത്തിരിക്കുന്നു. അതിൽ നിന്ന് വീണ്ടും ഒരു ലാൻഡിങ് താഴെ കൊടുത്തിട്ട് അതിൻ്റെ 10ാമത്തെ സ്റ്റെപ്പ് വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 10 സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും തന്നെ ഫ്രീ ആയിട്ട്, അതായത് ലെങ്ത്ത് കൂടിയിട്ട് അതേ സ്റ്റെപ്പിൻ്റെ എണ്ണം കൂടുതൽ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കുക, 1 2 3 4 5 6 7 8ാമത്തെ സ്റ്റെപ്പ് ഏറ്റവും ടോപ്പിലേക്ക് കൊടുത്തു. അതായത് അതും ഇതുപോലെ തന്നെ 8 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ടോപ്പിലേക്ക് വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സ്റ്റെയർ ചെയ്തിരിക്കുന്നു. സ്റ്റെയറിൻ്റെ ഒരുപാട് ഹൈറ്റ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ടുകാല് വേദന വലിയ ആളുകൾക്കാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. മുട്ടുകാലുകൾ വേദന ഭയങ്കര പ്രശ്നമായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലാൻഡിങ്ങിൻ്റെ എണ്ണം 2ആയിട്ട് കൊടുത്തു. ലാൻഡിങ്ങിൽ നിന്നും താഴേക്ക് നമ്മളൊരു 10 സ്റ്റെപ്പ് കൊടുത്തു. മുകളിലേക്ക് നമ്മൾ അതുപോലെ തന്നെ എണ്ണം കൊടുത്തു. അപ്പോൾ ഇത്രയും ചെയ്യുകയാണെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മളൊരു സ്റ്റെയർ കയറുക പോവുകയാണെന്നുള്ളൊരു ഫീലിംഗ് വരില്ല. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കാം. സ്റ്റെയർ നമ്മൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു വീടിൻ്റെ ഒരു സൈഡിലേക്കാണ് മാറി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റെയർ കൊണ്ട് യാതൊരു സ്പേസ് നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ സ്റ്റെയർ ഒന്ന് നോക്കുക. സ്റ്റെയർ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, നമുക്ക് ആ മെഷർമെൻറ്റ് ഒന്ന് നോക്കാം. നീളം എത്രയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഏകദേശം നമുക്ക് സ്റ്റെയറിൻ്റെ ഏരിയ അത്യാവശ്യം വലുപ്പം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1 മീറ്റർ കൊടുക്കുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും. ഇനി അതല്ല, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഏകദേശം നമുക്കത് കറക്റ്റ് അവിടെ അങ്ങേയറ്റത്തേക്ക് മുട്ടിച്ച് പിടിക്കുക. അതിനുശേഷം ടേപ്പ് ഇവിടെ ഒന്ന് നോക്കി അറിയാൻ പറ്റും. കണ്ടോ, അതായത് 88 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. 88 സെൻറ്റിമീറ്റർ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗ്രാനൈറ്റിൻ്റെ തള്ള്, അതായത് ഗ്രാനൈറ്റാണ് മുകളിൽ ഇടണമെങ്കിൽ അതിൻ്റെ തള്ളും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ 90 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ തള്ള് വരുന്നത് 90 സെൻറ്റിമീറ്ററിൽ നമുക്ക് കറക്റ്റ് ലെവൽ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നോക്കി, അതായത് അതിൻ്റെ വീതി വന്നിരിക്കുന്നത് 40, അതായത് 25 സെൻറ്റിയാണ് വന്നിരിക്കുന്നത്. 25 എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നെ ആ തള്ള് വരും, ഗ്രാനൈറ്റിൻ്റെ തള്ള് കൂടി വരും. ഇനി ഇതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും. കണ്ടോ, ഇപ്പോൾ തന്നെ അതിൻ്റെ ആഴം, അതായത് അതിൻ്റെ കനം കൊടുത്തിരിക്കുന്നത് 6 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. പഴയ വീടുകളുടെ സ്റ്റെപ്പ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, 10 ഇഞ്ച് വരെ കനം കൊടുക്കാറുണ്ട്. അതാണ് വലിയൊരു പ്രോബ്ലം. ഇതിപ്പോൾ 6 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ 6 ഇഞ്ച് തന്നെയായിരിക്കും നമ്മുടെ ഗ്രാനൈറ്റിൻ്റെ ഇട്ട് കഴിഞ്ഞാലും വരുന്നത്. കാരണം വെച്ചാൽ ഓരോ സ്റ്റെപ്പ് താഴെ നിന്ന് മുകളിലേക്കും വരുമ്പോൾ കറക്റ്റായിട്ട് വരുമല്ലോ. അതായത് മുകളിലും കൊടുക്കും, ഗ്രാനൈറ്റ് താഴെയും കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ 6 ഇഞ്ച് തന്നെയായിരിക്കും അതിൻ്റെ കനം വരുന്നത്. അപ്പോൾ ഇത്രയും ലെവലിൽ നമ്മൾ ഒരു 6 ഇഞ്ച് ലെവലിൽ നമ്മൾ ഓരോന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റെയർ കയറുകയാണെന്നുള്ള ഫീലിംഗ് വരില്ല. പണ്ടത്തെ സ്റ്റെയറുകൾ ഞാൻ നേരത്തെ പറഞ്ഞു 10 ഇഞ്ച് 9 ഇഞ്ചൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതാണ് നമുക്കൊരു മുട്ടുകാല് വേദന കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത്. ഇത് നമുക്ക് മാക്സിമം ഈ ലെവലിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റെയർ കയറാനും പറ്റും. അതുപോലെ തന്നെ മാക്സിമം പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കിയെടുക്കാനും പറ്റും. എണ്ണം ഇത്തിരി കൂടുന്നുള്ള സ്റ്റെയറിൻ്റെ എണ്ണം കൂടും, പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഈ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എണ്ണം കൂടിയാലും, അതായത് സ്റ്റെപ്പിൻ്റെ എണ്ണം കൂടിയാലും നമുക്ക് നന്നായിട്ട് മുട്ടുകാല് വേദനയും കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്റ്റെയർ യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.